മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിനായി കൈകോർത്തവർക്ക് മാധ്യമം മീഡിയ വൺ കുടുംബത്തിന്റെ ആദരം. ഉരുൾപൊട്ടലിൽ തകർന്ന സമൂഹത്തിന്റെ അതിജീവന സന്ദേശമുയർത്തിയ പ്രൗഢമായ ചടങ്ങിൽ മന്ത്രിയും ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും ഒത്തുചേർന്നു. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിൽ രക്ഷാകരങ്ങളായി മാറിയ മനുഷ്യരുടെ ഒത്തുചേരലായി കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ നടന്ന മാധ്യമം മീഡിയ വൺ വീനാട് പരിപാടി. ദുരന്തമുഖത്ത് ആദ്യം ഓടിയെത്തിയവരുടെ പ്രതിനിധികൾ ചടങ്ങിൽ ആദരവ് ഏറ്റുവാങ്ങി. കൊടികളുടെ നിറം മറന്ന് രക്ഷാപ്രവർത്തനത്തിന് കൈകോർത്ത രാഷ്ട്രീയ പാർട്ടികളുടെ സന്നദ്ധ സംഘങ്ങൾ. വീണുപോയ മനുഷ്യരെ പിടിച്ചുയർത്താൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിയ മറ്റനേകം സന്നദ്ധ പ്രവർത്തകർ. Thank you so much. ദുരന്ത മേഖലയിലെ പ്രകാശഗോപുരങ്ങളായ മനുഷ്യരൊക്കെയും ആദരിക്കപ്പെട്ടു. അബൂക്കയ്ക്കുള്ള സ്നേഹാദര സമ്മാനം സമർപ്പിക്കുന്നത് മാധ്യമത്തിന്റെ എഡിറ്റർ ശ്രീ VM ഇബ്രാഹിമാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു അബൂക്കും കുടുംബത്തിനും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി. ഞങ്ങളെ സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട്. റെസ്ക്യൂ ടീം എല്ലാവർക്കും ഞാൻ ആത്മാർത്ഥയായി എൻ്റെ നാടിനും വേണ്ടി എൻ്റെ നാട്ടുകാർക്കും വേണ്ടി ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുകയാണ്. അതിജീവനത്തിന്റെ വഴിയിൽ മുണ്ടക്കൈ ചൂരൽമല നിവാസികൾക്ക് വലിയ കരുത്താകും ചടങ്ങെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായിട്ടുള്ള നല്ലവരായ മനുഷ്യ സ്നേഹികളെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടും ആണ് ഇത്തരത്തിലൊരു വേദി മീഡിയ വണ്ണും മാധ്യമവും സംഘടിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. റവന്യൂ മന്ത്രി കെ രാജൻ പരിപാടിക്ക് ആശംസയറിയിച്ചു. മാധ്യമം മീഡിയ വൺ പ്രതിനിധികളായ ഒ അബ്ദുറഹ്മാൻ, യാസീൻ അഷ്റഫ്, പ്രമോദ് രാമൻ, VM ഇബ്രാഹിം, PM സ്വാലിഹ്, T സിദ്ദീഖ് MLA, ചലച്ചിത്ര താരം അബു സലീം തുടങ്ങിയവർ പങ്കെടുത്തു. നമസ്കാരം. വയനാടിന്റെ മുറിവുണക്കി കേരളം. പുനരധിവാസം പൂർത്തിയായി. ദുരന്തത്തെ ഒന്നിച്ചു നിന്ന് തോൽപ്പിച്ച് വയനാട് ജനത. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരുടെ ഓർമ്മയ്ക്കായി സ്മൃതി മണ്ഡപം ഒരുങ്ങി. ടീം മീഡിയ വൺ, വയനാട്.